ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ നമ്മൾ അടിക്കുകയും നമ്മൾ മുടി പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ അവരുടെ ഈ ഒരു ബിഹേവിയർ നമുക്ക് മാറ്റിയെടുക്കാം? നമ്മളൊരു ഒന്നാമത്തെ കാര്യം, അവർ നമ്മളെ അങ്ങനെ ഉപദ്രവിക്കുക, നമ്മൾ അടിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇമോഷൻസ് കാണിക്കരുത്. അതായത് ചിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്പൊ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ ചിരിക്കുകയും കരയുകയും ചെയ്യുന്നത് കുഞ്ഞുങ്ങളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. കാരണം ചിരിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഓക്കെ, അവർ ചെയ്യുന്നത് ഓക്കെ ആയിരുന്നു, സോ അതുകൊണ്ട് നമ്മൾ ചിരിച്ചു, സോ ഇനിയും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. കരഞ്ഞാലോ അവർ വിചാരിക്കും ഓ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ഇമോഷൻ കിട്ടുന്നുണ്ട്, ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നത് തെറ്റില്ല, സോ അത് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഈ രണ്ട് രീതി കാണിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് കണ്ടെത്തുന്നത്. ഇങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വീണ്ടും ഇതിലോട്ട് കാണിക്കുന്നത്, അതേ പ്രവൃത്തി തന്നെ വീണ്ടും കാണിക്കുന്നത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ കാണിക്കാറുണ്ട്. സോ അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, നമ്മളെ പാരൻസ് കാണിച്ചു കൊടുക്കുന്ന കാര്യമാണ് കുഞ്ഞുങ്ങൾ തിരിച്ചു കാണിക്കുന്നതും അല്ലെങ്കിൽ തിരിച്ചു പറയുന്നതും തിരിച്ചു പ്രവർത്തിക്കുന്നതും. സോ എല്ലാ പാരൻസും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കുഞ്ഞുങ്ങളുടെ മുന്നിൽ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക. അതായിരിക്കും കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നതും അവർ ശീലിച്ചു വരുന്നതും അത് തന്നെ ആയിരിക്കും. നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിടുക, നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ അത് ആ പ്രവൃത്തി നിർത്തിക്കോളും. രണ്ട്, നമ്മൾ അപ്പം തന്നെ നോ പറയുക അല്ലെങ്കിൽ ഒന്ന് ഷൗട്ട് ചെയ്യുക. കാരണം നമുക്ക് വേദനിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അടിച്ചാൽ നമുക്ക് വേദനിക്കും, ആ വേദനയുണ്ട് എന്നുള്ളൊരു കാര്യം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക. അതായത് നോ പറയേണ്ടടുത്ത് നോ പറയുക എന്ന് പറയുന്നത്, ഇപ്പൊ കുഞ്ഞൊരു പൂവിനെ നുള്ളി എടുക്കാനായിട്ട് പോയി എന്ന് വെച്ചു, അപ്പൊ നമ്മൾ ആരും നോ പറയാറില്ല അല്ലെ, ഒരു പൂവല്ലേ സോ കുഴപ്പമില്ല എന്നുള്ളൊരു തോട്ടിൽ പോകും. പക്ഷെ കുഞ്ഞൊരു തീയിൽ കയറി പിടിക്കാൻ പോയാലോ, നമ്മൾ അപ്പോൾ നോ പറയും. അപ്പോൾ നോ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ മിക്കവരും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം കുറവായിരിക്കും. സോ നമ്മൾ ആദ്യമേ സ്റ്റാർട്ടിങ്ങിലെ തന്നെ നോ പറഞ്ഞ് പഠിപ്പിക്കുക, ശീലിപ്പിക്കുക. നെഗറ്റീവാണ് കുഞ്ഞ് ചെയ്യുന്നത്, തെറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ആ ഒരു രീതി വേണ്ട അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളത് നമ്മൾ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊണ്ടുപോവുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം.